അപ്പൊ ചങ്കി കഴുത ഒരുപാട് നേരം ആലോചിച്ച് ആ സ്വാമിജിയോട് പറഞ്ഞു. എനിക്ക് ഈ കാട്ടിലെ രാജാവാകണം. പക്ഷേ കാട്ടിലെ രാജാവ് സിംഹമല്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് എന്താഗ്രഹിക്കുന്നുവോ അത് ചോദിക്കാൻ. ശരി ശരി, നിന്റെ ആഗ്രഹം ഞാൻ തീർച്ചയായും നിറവേറ്റിത്തരും. ഈ കാട്ടിലെ രാജാവായ സിംഹം കുറച്ചു നാളത്തേക്ക് മറ്റൊരു കാട്ടിലേക്ക് വിഹരിക്കാൻ പോകുന്നുണ്ട്. ആ സമയം നിന്നെ ഞാൻ ഇവിടുത്തെ രാജാവാക്കാം. അങ്ങനെ പറഞ്ഞ സ്വാമിജി അദ്ദേഹത്തിന്റെ കൈയുയർത്തി ചങ്കിയോട് കാണിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു പ്രകാശം ചങ്കിയുടെ മേൽ വീണു. കുറച്ചു നേരത്തില് ചങ്കി കഴുത ഒരു സിംഹത്തിന്റെ രൂപത്തിലേക്ക് മാറി. അല്ലയോ സന്യാസി, സത്യത്തിൽ ഞാനൊരു സിംഹമായി മാറി. അതെ, പക്ഷേ ഇത് കുറച്ചു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. ഓർമ്മയിരിക്കട്ടെ, കാട്ടിലെ യഥാർത്ഥ രാജാവായ സിംഹം നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നീ നിന്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോകും. അതൊരിക്കലും സംഭവിക്കില്ല സന്യാസി. അവൻ എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ അവനെ കൊന്നുകളയും. നിനക്കത് ചെയ്യാനാവില്ല. അതെയോ? എന്തുകൊണ്ട്? കാരണം നീ ഒരു സിംഹത്തെ പോലെയാണെങ്കിലും സത്യത്തിൽ നീ ഒരു കഴുത മാത്രമാണ്.